ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. ഹരി ഓം. സമ്പാതി സംപ്രീതനായി മറഞ്ഞതിന് ശേഷം സമുദ്രം തരണം ചെയ്ത് ലങ്കയിലെത്തേണ്ട ഉപായത്തെക്കുറിച്ച് ആണ് മർക്കടന്മാരൊക്കെ തമ്മിൽ ആലോചന. ആരെങ്കിലും ഒരാൾ ആഴി ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരണമല്ലോ. അതിനാരാ സമർത്ഥൻ? അംഗദൻ ഓരോരുത്തരോടുമായി പ്രത്യേകം ചോദിച്ചു. 10 യോജന മുതൽ 90 യോജന വരെ കഷ്ടിച്ച് ചാടാമെന്ന് ഓരോരുത്തരും അവരവരെ കഴിവിനനുസരിച്ച് സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ടൊരു വിശേഷവുമില്ല. ലങ്ക 100 യോജനയും കുറച്ചുകൂടി അകലത്തിലുമാണ്. അവിടെ ചെന്ന് തിരിച്ചെത്തണമല്ലോ. സീതാദേവിയെ കാണണം, തിരിച്ചു വരും വേണം. അപ്പോഴാണ് ജാമ്പവാൻ പറയുന്നത്, വാമനൻ ബലിയോട് 3 ലോകവും 3 അടിയാൽ അളന്നു വാങ്ങിയ അക്കാലത്ത് 3 വിനാഴി കൊണ്ട് പെരുമ്പറയും കൊട്ടി ഭൂമിക്ക് പ്രദർശനം വെച്ചവനാണ് ഞാൻ. ഇപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വൃദ്ധനായി. വാർദ്ധക്യം വന്നാൽ ഇതൊന്നും രക്ഷയില്ല. ഒന്നിനും കഴിവില്ലാത്തൊരു മൂത്ത കുരങ്ങൻ ആയിരിക്കുക. എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചാൽ, സർവശക്തി ഉപയോഗിച്ചാൽ എനിക്ക് ചിലപ്പോൾ 90 യോജന ചാടാൻ പറ്റിയേക്കാം. പ്രായമായാലുള്ള അവസ്ഥ. പണ്ട് പലതും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഈ നാരായണീയത്തിൽ വാമനാവതാര കഥ പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്. ഉത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചരജാമ്പവാൻ ഭക്തശാലി എന്ന് പറയുന്നുണ്ട് ഘട്ടത്തിൽ. എല്ലാവരും സന്തോഷാധിക്യം കൊണ്ട് ദേവഗന്ധർവാദികളൊക്കെ നൃത്തം വെക്കുന്ന സമയത്ത് രാമഭക്തൻ ജാമ്പവാൻ പെരുമ്പറയടിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. വൃക്ഷരാജാവ് ജാമ്പവാന്റെ കാര്യം അവിടെ ആ വിജയ മഹോത്സവം കൊണ്ടാടുന്ന സമയത്ത് പറയുന്നുണ്ട്. നാരായണീയത്തിൽ മഹാബലി ദർപ്പ ശമനത്തിലാണ് ഈ ടോപ്പിക്ക് വരുന്നത്. ഈ ദശരഥൻ വിശ്വാമിത്രൻ വന്ന സമയത്തും ഈ സൂചന തരുന്നുണ്ട്, പറയുന്നില്ലെങ്കിലും. പണ്ട് ദേവാസുര യുദ്ധത്തിലൊക്കെ പോയ ആളാണ്, വലിയ പേരെടുത്ത ആളാണ് ദശരഥൻ. പക്ഷേ അദ്ദേഹം വിശ്വാമിത്രൻ വന്ന സമയങ്ങളിലേക്ക് വൃദ്ധനായി. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തായാലും രാവണനോട് നേരിട്ട് ജയിക്കാനുള്ള വിശ്വാസമില്ല, ആത്മവിശ്വാസം. പ്രായം കൂടുമ്പോൾ അത് കുറയും. അതാണ് പ്രായം വളരെ പ്രധാനമാണ്. തിരിച്ചു വന്നാൽ തന്നെയും പിന്നെ ഈ അംഗദനെ അയക്കുന്ന ഒട്ടും ശരിയല്ല. അവൻ ലീഡറാണ്, ഇളമുറ രാജാവല്ലേ, അതും പറ്റില്ല. ആർക്കും ഇതിന് കഴിവില്ലെങ്കിൽ പിന്നെ പ്രായോപവേശമല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുക? ഇവിടെ കിളിപ്പാട്ടിൽ പിന്നെ കപിവരർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാരോഗ്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. വളരെ പ്രധാനമാണ് ഈ വരികൾ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ നമ്മൾ അറിയണം, അല്ലാതെ ഒരു ഉദ്യമത്തിന് പുറപ്പെടരുത്. ശക്രതനേതനൂജനാം അംഗദൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ ശക്രതനയ തനൂജനാമംഗതൻ. മനസ്സിലായില്ലേ? എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ. അപ്പോഴാണ് ഇദ്ദേഹം പറയണത്, ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീഴരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധവും.
യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധക്യഗ്രസ്തനായേൻ ഇതാനും ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലകൾ ഓർത്തോളം അത്ഭുതമെത്രയും. ഇത്തം അജാത്മജൻ, അജാത്മജൻ അജൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ ജാമ്പവാൻ. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ട് അതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. വൃത്രാരിപൗത്രൻ അങ്കദൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനിതെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരിൽ ഏകനുണ്ടാം എന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർഥ്യം അനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂ വയം. ഇതാണ്. അപ്പോഴാണ് എന്തോ ശാന്തനായി തലകുനിച്ചിരിക്കുന്ന പിന്നെ ഹനുമാന്റെ ഭാഗത്തേക്ക് എല്ലാവരും തിരിയുന്നത്. ഒന്നും അറിയാത്ത മട്ടിലാണ് മാരുതപുത്രൻ ഇതിലൊന്നും പങ്കെടുക്കാത്ത മാതിരിയാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെ എല്ലാവരും തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്നാണ് ചോദിച്ചത് ജാമ്പവാൻ. ഞാൻ നോക്കിയിട്ട് ഈ സാഗരം തരണം ചെയ്യാൻ കഴിവുള്ളവൻ നീ ഒരാൾ മാത്രമാണ്. നിന്റെ കുട്ടിക്കാലത്ത് ഉദിച്ചുയർന്ന് പൊങ്ങി വന്ന മാർത്താണ്ഡ ബിംബം കണ്ട് പഴുത്തു തുളുടുത്ത പഴമാണെന്ന് കരുതി 500 യോജന ഉയരത്തിൽ ചാടിയവനല്ലേ നീ? ഓർമ്മയില്ലേ? ലോകനാശം വരെ മൃതി സംഭവിക്കുകയില്ലെന്ന വരവും നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അപാര വരബലം, അതുല്യമായ കഴിവുകളൊക്കെയുള്ള നീ ഒരു മുതക്കൻ കുരങ്ങനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയോ? പോരെങ്കിൽ ഭഗവാൻ രാമേന്ദ്രൻ നിന്റെ കയ്യിലല്ലേ മുദ്ര അങ്കുലീയം തന്നിരിക്കുന്നത്? നിന്നോടല്ലേ ആ അടയാള വാക്യമൊക്കെ പറഞ്ഞത്? നിനക്കത് സാധിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ രാമേന്ദ്രസ്വാമി അങ്ങനെ ചെയ്തത്? ജനയാത്മയോട് പറയേണ്ട അടയാളവാക്യവും നിന്നോടാണ് പറഞ്ഞത്. ആഞ്ജനേയ എഴുന്നേൽക്കൂ, ലോകരക്ഷകന്റെ നിർദ്ദേശം നീയാണ് നിറവേറ്റേണ്ടത്. അവനീസുതയായ ആ സീതാദേവിയെ കാണാനായിട്ട് അബ്ധി അടക്കാൻ നീ തയ്യാറാകണം. അധർമ്മത്തിൻ്റെ ശിരസിൽ നിന്റെ പാദങ്ങൾ വേണം ആദ്യം ചവിട്ടാൻ. അഞ്ജനേയ ഉണരൂ, പുറപ്പെടൂ എന്ന് പറഞ്ഞ് ഈ വാക്കുകൾ 2 രീതിയിലുമാകാം. വാക്കുകൊണ്ട് തളർത്താം, വാക്കുകൊണ്ട് വളർത്താം. മഹാഭാരതത്തിൽ ഈ ശല്യർ കർണനെ തളർത്തിയത് വാക്കുകൊണ്ടാണ്. ഇവിടെ ജാമ്പവാൻ ഹനുമാനെ ഉണർത്തുന്നതും വാക്കുകൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ ഹനുമൽ സ്തുതികളിൽ, മലയാള സ്തുതികളിൽ പറയുന്നുണ്ട്. ശ്രീമൽ സൂര്യനു ശിഷ്യൻ, പവനനു തനയൻ, സൂര്യപുത്രൻ അമാത്യൻ, രാമസ്വാമിക്ക് ദൂതൻ, ജനകതനജയാൾ കാമയം തീർത്ത വൈദ്യൻ, ഭീമൻ അണ്ണൻ, നിശാടർക്കകരുണ നിർണാം കാൽ, ആലത്തിയൂരെ ഗ്രാമത്തിൻ ഉറ്റ ദൈവം. ഇതൊക്കെ എല്ലാ സ്തുതികളിലും ചേർത്ത് പറയും. നോക്കൂ, സൂര്യന്റെ ശിഷ്യനാണ് ഹനുമാൻ, സൂര്യപുത്രനാണ് സുഗ്രീവൻ. സൂര്യന് ഗുരുദക്ഷിണ കൊടുത്ത എന്താ ഹനുമാൻ? പ്രാണനുള്ള കാലത്തോളം സൂര്യപുത്രനായ സുഗ്രീവനെ സേവിച്ചുകൊള്ളാം എന്നാണ് ഗുരുദക്ഷിണ കൊടുത്തത്. അപ്പം ഇതല്ലേ അതിൻ്റെ സന്ദർഭം എന്നാണ് പറയാതെ പറയുന്നത്. മാത്രമല്ല, എന്താ മുമ്പ് തന്നെ ആ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടദ്വൈതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ വാക്കില്ലേ ആഞ്ജനേയസ്വാമിയുടെ? ദേഹബുദ്ധ്യാ തു ദാസോഹം, ജീവബുദ്ധ്യാ തു അംശകഃ, ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതി മേ നിശ്ചിതാമതി. ഒരു വലിയ പണ്ഡിതന്റെ വാക്കല്ലേ ഇത്? വാസ്തവത്തിൽ എത്ര വലിയ വിദ്വാന്റെ വാക്കാണ്. ദേഹബുദ്ധ്യാ തു ദാസോഹം, ജീവബുദ്ധ്യാ ത്വമംശകഃ, വിശിഷ്ടദ്വൈതം, ആത്മബുദ്ധ്യാ ത്വമേവാഹം, ശുദ്ധ അദ്വൈതം. ഇതി മേ നിശ്ചിതാമതി. ആരാ വാസ്തവത്തിൽ? ഈ വായുപുത്രൻ. ഇത്രയും കേട്ടപ്പോൾ വിജൃംഭിത വീര്യവാനായി ഹനുമാൻ. എഴുന്നേറ്റു.
ആ രാമേന്ദ്രസ്വാമിയെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചു. നേരെ മഹേന്ദ്രഗിരിയുടെ ആ ഉന്നത ശൃംഗം അഗ്രത്തിൽ കയറി നിന്നു. ആ അങ്ങനെ പരന്നു കിടക്കല്ലേ ചക്രവാളം. നോക്കൂ, പാരാവാരത്തെ അവനൊന്ന് വീക്ഷിച്ചു. ആ ഇളകി മറിയുന്ന തിരമാലകളൊക്കെ നോക്കി. നക്ര ചക്ര സമഗ്രം ഉഗ്രഭയങ്കരമായ ആ ഉദധി. വാനര ലക്ഷങ്ങളൊക്കെ രാമരാമ ജയ് ശ്രീറാം ജയ് ശ്രീറാം ശബ്ദകോലാഹലങ്ങൾ മുഴക്കി തുടങ്ങി. പ്രപഞ്ചനപുത്രന് പ്രചോദനം കൊടുക്കുകയാണ് എല്ലാവരും. ആ അദ്രിശിഖരത്തിൽ നിന്നുകൊണ്ട് അനിലപുത്രൻ അഖിലാണ്ടങ്ങളും മൂടിയാളെന്ന വാമനമൂർത്തിയെപ്പോലെ അങ്ങോട്ട് വളരാൻ തുടങ്ങി. കയ്യിലിരിക്കുന്നതെന്നാ രാമങ്കുലീയമല്ലേ, അതിൻ്റെ ശക്തിയാണില്ലേ. ഒരിക്കലും ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമില്ല എന്ന ആത്മവിശ്വാസമുണ്ട്. സീതാദേവിയെ രാവണനെ അസ്വസ്ഥപ്പെടുത്തുകയോ വധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അവനെ, രാവണനെ എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കണത്. ഈ കാര്യം തന്നെ കിളിപ്പാട്ടിൽ പറയുന്നുണ്ട്. എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ, കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. ഉണർത്തും നോക്കൂ രീതി. പിന്നെ മാതാത്മജനാകയുമുണ്ട് അവൻ തന്നോടു തുല്യൻ. ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു. താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്തൂണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ അവനീരഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതം ഞാനറിഞ്ഞിരിക്കുന്നു മാനസേ. ചണ്ടകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടൂരെ കണ്ടു നീ പക്വമെന്നോർത്ത്. ഭക്ഷിപ്പാനൊടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ. ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാ ലോകനാശം വരുവോളം. അന്ന് വായു ചലിക്കാതായി. അതാണ് ആദ്യത്തെ സമരം ലോകത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. തൻ്റെ പുത്രൻ ഈ ഹനുമാനെ വിഷമിച്ചപ്പോൾ വായു സ്തംഭിച്ചു. ഇപ്പോഴാണ് എല്ലാ ദേവതകളും ചെന്ന് പറയുന്നത്. എല്ലാവരും ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക, തീയിൽ വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയാണ്. എല്ലാ വരങ്ങളുമുണ്ട് ഹനുമാന് വേണ്ടത്ര. പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കാൻ കാരണം? അവിടെ ഒരു ചോദ്യമുണ്ടല്ലോ. ഈ ചോദ്യം ശ്രീരാമസ്വാമി ഉത്തരരാമായണത്തിൽ ചോദിക്കുന്നുണ്ട്. പട്ടാഭിഷേകത്തിനൊക്കെ ശേഷം ശ്രീരാമസ്വാമി ചോദിക്കും ആ സഭയിലിരുന്നിട്ട്. സാധാരണ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടി രാത്രി പറയില്ലേ, ഇന്നാൾ വന്നിരുന്നോ, അയാളെ കണ്ടില്ലല്ലോ, ഓരോ കാര്യങ്ങൾ, അത് ശരിയായില്ല, അത് കുറച്ചുകൂടി കെയർഫുൾ ആകണമായിരുന്നു. അതുമാതിരി ഈ രാവണവധം കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ആ കൂട്ടത്തിലാണ് രാമസ്വാമി പറയുന്നത്, നോക്കൂ, ഞാൻ ആദ്യം കണ്ട ഹനുമാൻ ഋഷ്യമുഖാചലത്തിൽ ബാലിയെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന 2 പേരാണ് സുഗ്രീവനും ഹനുമാനും. എന്തൊരു ഭീരുക്കളായിട്ടാണ് ഞാൻ കണ്ടത്. അവിടുന്ന് പിന്നെ കണ്ട മാറ്റം മാത്രമല്ല, രാമരാവണ യുദ്ധത്തിൽ ഹനുമാൻ വഹിച്ച പങ്ക് ചിന്തിക്കാനാവില്ല. മാത്രമല്ല അതിനു മുമ്പ് തന്നെ ദൂതനായി ലങ്കയിൽ പോയതും ഒക്കെ. ഇതൊക്കെ ആലോചിക്കുമ്പം എന്താ ഇത് ഇങ്ങനൊരു അന്തരം? ഒരേ ആൾ തന്നെയല്ലേ മുമ്പ് കണ്ട ആ പേടിത്തൊണ്ടൻ, പിന്നെ കണ്ടത്? എന്താ ഇതിൻ്റെ കാരണം? അപ്പോഴാണ് അഗസ്ത്യമുനി പറയുന്നത്, അങ്ങക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അടിയൻ ഉണർത്തിക്കാം എന്ന് പറഞ്ഞ് വാൽമീകി രാമായണത്തിൽ ആ ഭാഗമുണ്ട് ഭംഗിയായിട്ട്. അവിടെയാണ് ഇത് വിവരിക്കുന്നത് അഗസ്ത്യമുനി ഈ കാര്യം. അത് വളരെ രസകരമാണ്. ആ വരികൾ തന്നെ ഞാൻ ചൊല്ലാം. ശ്രീരാമേന്ദ്രൻ നമ്മുടെ ഉത്തരകാണ്ഡത്തിൽ 35-ാം സർഗത്തിലായിരുന്നു. ന കാലസ്യ ന ചക്രസ്യ ന വിഷ്ണോർവിത്തവസ്യ ച കർമാണി താനി ശ്രൂയന്തേ യാനി യുദ്ധേ ഹനൂമത
ഏതസ്യ ബഹുവീര്യേണ ലങ്കാ സീതാ ച ലക്ഷ്മണ പ്രാപ്താ മയാ ജയശ്ചൈവ രാജ്യം മിത്രാണി ബാന്ധവാ. ഈ യുദ്ധത്തിൽ ഹനുമാന്റെ കൃത്യങ്ങളുണ്ടല്ലോ, ശ്ലാഘിക്കപ്പെടേണ്ടവ. യമനും ഇന്ദ്രനും കുബേരനും വിഷ്ണുവിനും കൂടി ഇതൊന്നും ചെയ്യാനാവില്ല എന്നാണ് രാമൻ പറയുന്നത്. ഈ ഹനുമാന്റെ കരബലം ഒന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചത്. സീതയും ലക്ഷ്മണനും മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ രാജ്യവും ഒക്കെ നേടാൻ കഴിഞ്ഞത്. ഈ വാനരേശ്വരന് തുണയായി നമുക്ക് ഹനുമാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ സുഗ്രീവന് ജാനകിയുടെ വൃത്താന്തത്തെ ഞാൻ അറിയുന്നത് എങ്ങനെ? ആലോചിച്ച് നോക്കൂ. എടുത്തെടുത്ത് പറയണം. ഏതസ്യ ബഹുവീര്യേണ ലങ്കാ സീതാ ച ലക്ഷ്മണ പ്രാപ്താ മയാ ജയശ്ചൈവ രാജ്യം മിത്രാണി ബാന്ധവാ. ഹനുമാൻ യതിനോ ന സ്യാദ്, ഹനുമാൻ യതിനോ സസ്യാദ്, ഹനുമാൻ ഇല്ലായിരുന്നുവെങ്കിൽ വാനരാധിപതേ സഖാ പ്രവൃത്തിമപി കോ വേത്തും ജാനക്യാ ശക്തിമാൻ ഭവേത്. കിമർത്ഥം ബാല്യേനൈവ സുഗ്രീവപ്രിയമയ കാമ്യയാ തഥാ വൈരേ സമുത്പന്നേന ദഗ്ധോ വീരുധോ യഥാ. നഹി വേദിതവാൻ മന്യേ ഹനുമാനാത്മനോബലം യദ്ദൃഷ്ടവാൻ ജീവിതേഷ്ടം ക്ലിശ്യന്തം വാനരാധിപം. ഏതന്മേ ഭഗവൻ സർവം ഹനൂമതി മഹാമതോ വിസ്തരേണ യഥാ തത്വം കഥയാമരപൂജിത. ഇതാണ് ഹനുമാൻ തൻ്റെ ബലത്തെ അറിഞ്ഞില്ല എന്നുണ്ടോ? അതാണ് രാമൻ്റെ സംശയം. അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യം. കുട്ടിയായിരിക്കുമ്പോൾ ഹനുമാൻ ചെയ്ത ഒരു പരാക്രമത്തിൻ്റെ കഥയാണത്. ഈ ജഗൽപിതാക്കൾ പാർവതി പരമേശ്വരന്മാർ വാനരരൂപം ധരിച്ച് കാട്ടിൽ വിഹരിക്കുമ്പോഴാണത്രേ പാർവതി ഗർഭം ധരിക്കുന്നത്. കുരങ്ങിൻ്റെ അമ്മയാവാൻ ദേവി തയ്യാറല്ല. അപ്പോഴാണ് ദേവി ആ ഗർഭസ്ഥ ശിശുവിനെ വായുഭഗവാൻ കൊടുത്തത്. അദ്ദേഹം അതിനെ കേസരി കളത്രമായ അഞ്ജനാദേവിയിൽ നിക്ഷേപിച്ചു. ആ ഗർഭം വീര്യം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ആ ചൈതന്യത്തിന് സ്മരണം. എല്ലാ ഹനുമാന്റെ ചരിത്രം. കുസൃതിക്കൊട്ടും കുറവില്ലായിരുന്നു ഹനുമാൻ. യാഗശാലകളിൽ കടന്നു ചെന്നിട്ട് ഹോമപാത്രങ്ങൾ തകർക്കുമായിരുന്നു. ഋഷികൾക്ക് വിഷമായി, അത് സഹിക്കാൻ പറ്റാത്ത. അങ്ങനെ അവർ ശപിച്ചതാ, നിന്റെ ബലം നിനക്ക് ഓർമ്മയില്ലാതെ പോകട്ടെ. അതാണ് ശാപം. ശാപം ഇതൊരു അനുഗ്രഹമായി മാറുകയുണ്ടായത്. കാരണം അതിഭോഗം ആഗ്രഹിക്കുന്നവരാണ് അത്യധ്വാനം ചെയ്യുന്നത്. സ്വാർത്ഥലാഭത്തിന് ബലം പ്രയോഗിക്കുന്നവർ അസുര സ്വഭാവികളായിരിക്കും. എല്ലാ മഹാത്മാക്കളെയും നോക്കൂ, തൻകാര്യം നേടുന്നതിൽ ഒരു ഉദാസീനരായിരിക്കും. എന്താ കാരണം? ശരീരാത്മബുദ്ധി നശിച്ചാലേ ഉദാസീനഭാവം വരും. അത് തപോനിഷ്ഠ കൊണ്ടാണ് അവരൊക്കെ നേടുന്നത്. ഇവിടെ ഹനുമാന് തപോനിഷ്ഠ വേണ്ടി വന്നില്ല, ശാപപരമായി തന്നെ അത് ലഭിച്ചു. അപ്പോൾ അതൊരു അനുഗ്രഹമല്ലേ? അതെ, ലോകത്തിൻ്റെ യോഗക്ഷേമത്തിന് വേണ്ടി മാത്രമേ മഹാത്മാക്കൾ വിക്രമം കാണിക്കാറുള്ളൂ. ആ ശേഷി ഹനുമാനുണ്ട് താനും. അപ്പോൾ ഓർമ്മിപ്പിക്കാനൊരാളുണ്ടാകണം, അത്രയേ ഉള്ളൂ. സ്വാർത്ഥത്തിന് വേണ്ടി ബലപ്രയോഗം ചെയ്യുമ്പോഴാണ് സ്വയം ഓർമ്മിക്കേണ്ടി വരുന്നത്. അതിപ്പോഴില്ല. അപ്പോൾ സ്വാർത്ഥവുമില്ല, ചെയ്യാനുമില്ല. ശാപം ഇവിടെ അനുഗ്രഹമായ കഥയാണ്, ഋഷികളുടെ ശാപം. ഇതിപ്പോൾ അപ്പോൾ ഒരു ചോദ്യം വരാം. ഈ യാഗത്തിന് ഉപദ്രവം ഇപ്പോൾ ചെയ്തില്ലേ, കുസൃതി കൊണ്ട് കുട്ടിയല്ലേ അവൻ ചെയ്തതിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ദക്ഷയാഗം മുടക്കിയ വീരഭദ്രസ്വാമിയുടെ കഥയോ എന്നൊക്കെ ചോദിക്കാം. പിന്നെ മാത്രമല്ല, കൃഷ്ണൻ തന്നെ ഈ ഇന്ദ്രന് യാഗം ചെയ്യുമ്പം തടസ്സം ചെയ്തില്ലേ അച്ഛനോട് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. പക്ഷേ ഇവിടെ ശാകം അനുഗ്രഹമായി ആഞ്ജനേയ സ്വാമിക്ക്. ഇവിടെ അത്രല്ലേ പറയുള്ളൂ. നിത്യബ്രഹ്മചാരിയുമല്ലേ. ആ കഥ വിസ്തരിക്കാൻ പോയ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞത്. വാൽമീകി രാമായണത്തിൽ എത്ര വിസ്തരിച്ചാണ് ഈ കാര്യം പറയുന്നതെന്ന് അറിയോ? ഇന്ദ്രന്റെ വജ്രായുധമേറ്റ കഥ ഞാൻ സൂചിപ്പിച്ചു. ഉദിച്ചു പോകുന്ന തുടുത്ത സൂര്യബിംബം കണ്ടിട്ടാണ് പഴമാണെന്ന് കരുതി ഭക്ഷിക്കാൻ ശ്രമിച്ചത്. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് നിലത്ത് വീണു. വായുഭഗവാന് വലിയ വിഷമായി. തൻ്റെ പുത്രൻ
ആ അത് ആർക്കായാലും ഉണ്ടാവില്ലേ. ആ ആ എടുത്ത് ഹനുമാൻ കുഞ്ഞിനെ എടുത്ത് പാതാളത്തിലേക്ക് പോയി. അപ്പോഴാണ് ത്രിമൂർത്തികളും 30 ദേവന്മാരും ഒക്കെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചു പ്രത്യക്ഷപ്പെട്ട് പ്രളയകാലത്ത് പോലും നിനക്ക് മരണമുണ്ടാകുകയില്ല, ഈ വരത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ബ്ലാങ്കായിട്ട് ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ്. വജ്രമേറ്റ് താടിയലിന് മുറിവേറ്റതുകൊണ്ട് ഇവൻ്റെ പേര് ഹനുമാൻ. അല്ലാതെയും പറയുന്നുണ്ട്. എല്ലാവരും ഓമനിച്ച് കുട്ടികളെയൊക്കെ താടിക്കല്ലേ പിടിച്ച് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയും പറയും ഭക്ത ഹനുമാനെ. ഈ കഥകളെല്ലാം എനിക്കറിയാം. പിന്നെ ജാമ്പവൻ പറയുന്നു ഈ ചരിത്രമെല്ലാം നീ മറന്നുപോയോ ഹനുമാൻ? ശ്രീരാമൻ സീതയ്ക്ക് നൽകാൻ അങ്കുലിയൻ നിൻ്റെ കയ്യിലല്ലേ? ആലോചിച്ച് നോക്കൂ തന്നത്. നിന്റെ ബലവീര്യങ്ങൾ വർണ്ണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കും? ജാമ്പവാൻ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഹനുമാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രഹ്മാണ്ടം കുലിക്കുന്ന മോഡൽ സന്തോഷപൂർവ്വം സിംഹനാദം മുഴക്കിക്കൊണ്ട് വാമനമൂർത്തി ത്രിവിക്രമസ്വാമി വളർന്നതുപോലെ പർവ്വത രൂപത്തിൽ വളർന്നുകൊണ്ട് ജയ് ശ്രീറാം. ഈ സമുദ്രം ചാടിക്കടന്ന് നിമിഷ നേരം കൊണ്ട് ലങ്കാപുരി ചുട്ടു ഭസ്മമാക്കി രാവണനെ വംശത്തോടെ മുടിച്ചു ദേവിയെയും കൊണ്ട് മടങ്ങിയെത്തും. ഇതാണ് വാക്ക്. അല്ലെങ്കിൽ രാവണനെ ബന്ധിച്ച് ഇടത്ത് കൈയിലും ലങ്കാനഗരത്തെ ത്രികൂടപർവ്വത്തെ അങ്ങനെ തന്നെ വലത്തെ കൈയിലും കൊണ്ട് ശ്രീരാമദേവൻ്റെ മുമ്പിൽ ഞാൻ കാഴ്ചവെക്കും. അദ്ദേഹത്തിന് അങ്കുലിയം എൻ്റെ കയ്യിലുള്ള കാലത്തോളം എനിക്ക് ഒരു ഭയവും ഒരാളിൽ നിന്നുമില്ല. ഹനുമാന്റെ വാക്ക് കേട്ട് എല്ലാവരും വർദ്ധിച്ച് വീര്യത്തോടുകൂടി ജയ് ജയ് വിളിയായി. ജാമ്പവൻ പറഞ്ഞു, ശരി, നീ പോയി ദേവിയെ കണ്ടിട്ട് വരൂ. രാവണനെ എതിർക്കുന്നത് പിന്നെയാവാം. രാവണനെ ശ്രീരാമൻ കൊല്ലും. ആ സമയത്ത് നിന്റെ പരാക്രമം പ്രകടിപ്പിച്ചാൽ മതി. ആകാശമാർഗത്തിലൂടെ പോകുന്ന നിനക്ക് യാതൊരു തടസ്സവും വരില്ല. മംഗളം ഭവിക്കും. വായുഭഗവാൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവും. ശ്രീരാമകാര്യത്തിന് പോവുകയാണല്ലോ, അതുകൊണ്ട് വേഗം പോയി വരൂ. അങ്ങനെ വാനര സമൂഹം ഹനുമാനെ മനസ്സാ അനുഗ്രഹിച്ചു. എല്ലാം ജൈവിളിയുണ്ട് അവിടെ മുഴങ്ങി. അതിനുശേഷം ഹനുമാൻ പെട്ടെന്ന് മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ കയറി ഗരുഡനെ പോലെ. എന്താണ് എല്ലാ രാമായണങ്ങളിലും ഗരുഡനെയാണ് ഉപയോഗിക്കുന്നത്. ഗരുഡനെ പോലെയാണ് ശോഭിച്ചു. അവിടെ കൊണ്ട് നമ്മുടെ കിഷ്കിന്ധാകാന്ഡം തീരുകയാണ്. പിന്നെ സുന്ദരകാന്ഡം തുടങ്ങുകയാണ്. ഈ സുന്ദരകാന്ഡം എന്തൊക്കെയാ കാര്യങ്ങൾ പറയാൻ പോണ്. പിന്നെ സുന്ദരകാന്ഡം എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിക്കണ്ടേ. സുന്ദര ശബ്ദത്തിന് പല കാരണങ്ങളുണ്ട്. സുന്ദര ശബ്ദത്തിന് കാമദേവൻ എന്നർത്ഥമുണ്ട്. ഈ കാമപരവശനായ രാവണൻ ഈ കാണ്ഡത്തിൽ പ്രവേശിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സുന്ദരകാന്ഡം എന്ന് പേര് കൊള്ളാം, ഇല്ലേ? ഉണ്ട്. ഇത്തരം കാണ്ഡങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാണ്ഡമാണിത്. അതുകൊണ്ടും ഇതിനെ അങ്ങനെ പറയാം. പിന്നെ സുന്ദര ശബ്ദത്തിന് കാണാതെ പോയത് വീണ്ടെടുത്ത വസ്തു, നഷ്ടപ്പെട്ട വസ്തു വീണ്ടെടുത്തത്. നഷ്ടാർത്ഥസ്യ പുനർലാഭ സുന്ദര പരികീർത്തിത എന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ പേര് കൊള്ളാം പല രീതിയിൽ. ഇവിടെ വാസ്തവത്തിൽ ഈ സുന്ദരകാന്ഡത്തിൽ രാമനല്ല നായകൻ. ഇവിടെ ആരാ നായകൻ? ഹനുമാനാണ്. നിറഞ്ഞു നിൽക്കുന്ന ഹനുമാനാണ്. രാമൻ്റെ പ്രവേശം കൂടാതെ തന്നെ കാവ്യ സൗന്ദര്യം ആലോചിച്ച് നോക്കൂ. സാഹിത്യ രത്ന പരീക്ഷകന്മാരുടെ നോട്ടത്തിൽ അനർഹമാണ്. സുന്ദര ശബ്ദത്തിന് വാനരനെന്നും അർത്ഥമുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായും ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ആരാ? ഹനുമാനല്ലേ. അതുകൊണ്ടും ഈ പേര് കൊള്ളാം. അതിസുന്ദരമായ പ്രകൃതി വർണ്ണനകൾ ധാരാളമുണ്ട്, അതുകൊണ്ടും ആവാം. ഇനി മറ്റൊരർത്ഥം സുന്ദരൻ എന്നതിന് ദൂതൻ എന്നർത്ഥമുണ്ട്. ദൂതൻ്റെ കഥയാണല്ലോ ഇവിടെ സുന്ദരകാന്ഡത്തിലെ മുഴുവൻ. പിന്നെ സുന്ദര ബ്രാഹ്മണൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ. ദൂതൻ ഈ നമ്മുടെ രുക്മിണി സ്വയംവരത്തിൽ ബ്രാഹ്മണനുണ്ടല്ലോ, ആ കഥ സുന്ദര ബ്രാഹ്മണൻ എന്നാണല്ലോ പറയുക. സുന്ദരശബ്ദത്തിന് ദൂതൻ അർത്ഥമുണ്ട്. പിന്നെ പാരായണ മാഹാത്മ്യം, വൃത്തം തന്നെ വളരെ വിചിത്രമല്ലേ, വളരെ ഗംഭീര വൃത്തമല്ലേ. മോക്ഷസിദ്ധിക്ക് ഉതകുന്നുകൊണ്ടും അങ്ങനെ വരും അല്ലേ. എഴുത്തച്ഛൻ്റെ കൃതിയിലേ ഈ വൃത്തമുള്ളൂ കേട്ടോ, മറ്റേ വാൽമീകിയിൽ ഇങ്ങനെയില്ല. അപ്പോൾ എത്ര കാരണങ്ങൾ കൊണ്ടായാലും അതങ്ങനെ തന്നെയാണ്. സമുദ്രലംഘനമാണ് ഇനിയുള്ള വിഷയം. അതിൽ വരുന്ന മാർഗ പിന്നെ തടസ്സങ്ങളും ഒക്കെയാണ് ഇനി പറയേണ്ടത്.
വിസ്താരമുള്ള കടൽ കടന്ന് ലങ്കയിലെത്താനായി ഹനുമാൻ ആ രാമൻ്റെ പാദപങ്കയങ്ങളെ തന്നെ ധ്യാനിച്ച് വേണ്ടത്ര ശക്തി ഊർജം സംഭരിച്ച് മാൻ്റെ സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കൊള്ളൂ, എൻ്റെ പിതാവായ വായുദേവനെ പോലെ വളരെ വേഗം ആകാശമാർഗത്തിലൂടെ ആത്മാഭിമാനത്തോടെ നല്ല വിശ്വാസത്തോടെ രാക്ഷസരാജാവായ രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. രാമബാണം പോലെ പാഞ്ഞു എന്ന് ഇന്ന് തന്നെ ഞാൻ ധൈര്യപൂർവ്വം രാമഭക്തിയെ സീതയെ കാണും. ശ്രീരാമനെ വളരെ പെട്ടെന്ന് ഞാൻ വിവരറിയിക്കും. ഇന്ന് ഞാൻ ധന്യനാണ്, കൃതാർത്ഥനാണ്. ഈ സംസാര ദുഃഖം നശിപ്പിക്കുന്ന രാമനാമം ഉണ്ടല്ലോ എൻ്റെ ചുണ്ടത്ത്, എൻ്റെ മനസ്സിലാണെങ്കിൽ രാമേന്ദ്രസ്വാമിയുടെ ധ്യാനമാണ് എൻ്റെ എപ്പോഴും. അവിടെ അങ്കുലിയം കയ്യിലെടുത്ത് അഞ്ജനേയൻ തൻ്റെ നയനങ്ങളിൽ അർപ്പിച്ചിട്ട് ഭദ്രമായിട്ട് വെച്ചു. സങ്കല്പ സീതാരൂപം മനസ്സിൽ ധ്യാനിച്ചു. പിന്നീട് വാലുയർത്തി അഗ്രം പിന്നിലേക്ക് വളച്ച് ഹസ്തങ്ങൾ രണ്ടും പരത്തി നീട്ടി ആ സാഗരത്തെ ഒന്നുകൂടി അവലോകനം ചെയ്തു. ഠിം മേൽപോട്ട് കുതിച്ചൊരു ചാട്ടമാണ്. വായുവേഗം വായുപുത്രൻ വാരുധി മീതെ വാരുറ്റ ഒരു പതംഗമെന്ന പോലെ പറന്നു. വാനരന്മാരെ ആകെ പകച്ചു നിന്നു. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. എല്ലാവരുടെയും വായിൽ നിന്ന് ഒരേ ശബ്ദം മുഴങ്ങി. അവിടെ ഒരു വലിയ ഘോഷമായി. അന്തരീക്ഷം അങ്ങനെ തന്നെ രാമൻ്റെ നാമം കൊണ്ട് മുഖരിതമായി. അകന്നകന്ന് പോകുന്നതോടുകൂടി ഹനുമാൻ മെല്ലെ 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 ചെറുതായി കാണപ്പെട്ടു. ഇവിടെ കണ്ടത് വളരെ വലിയ രൂപമല്ലേ. ഒടുവിൽ വാസ്തവത്തിൽ വിജൃംഭിതനായി വീരനായി എന്നൊക്കെ പറഞ്ഞ് ഹനുമാൻ വലുതായി എന്ന് പറഞ്ഞാൽ വലുതാകണമെന്നില്ല, സ്ഥൂലാർത്ഥമാണ്. സൂക്ഷ്മാർത്ഥത്തിൽ തൻ്റെ സർവ്വസാധ്യതകളെയും ആവിഷ്കൃതമാക്കാൻ കെൽപ്പുള്ളവനായി എന്നെടുത്താൽ മതി. ഫുൾ പൊട്ടൻഷ്യൽ ആണ്, അങ്ങനെ എടുക്കാം. ആ അത്ഭുത പരാക്രമി അങ്ങനെ ക്രമേണ അപ്രത്യക്ഷനായി. നോക്കൂ, അംഗദൻ ആകെ ഭയകമ്പിതനായി ദൃശ്യമുഖാചലം നോക്കി തൊഴുതുകൊണ്ട് നിൽക്കാണ് ജാമ്പവാൻ. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു അംഗദനോട്, കുട്ടി അംഗദ, നീ പഠിക്കണ്ട, വായുപുത്രൻ ഹനുമാൻ ഭൂമിപുത്രിയെ സീതയെ കണ്ടുവരും. അവൻ ലോകോത്തര രാമഭക്തനാണ്. അവൻ്റെ കഴിവുകൾ എനിക്കറിയാം. അവന് സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. അവൻ തീർച്ചയായിട്ടും ദൗത്യം നിർവഹിച്ച് വിജയം കൈവരിച്ചു വരും. ഇനി യാത്രയിലുള്ള തടസ്സങ്ങൾ പറയണം. ഇത് നാരായണീയത്തിൽ ഒറ്റ ശ്ലോകത്തിലാണ് ഈ സുന്ദരകാന്ഡം വിവരിച്ചിരിക്കുന്നത്. ഒരു ശ്ലോകം എന്ത് ഗംഭീരാണെന്ന് അറിയും. 3 ശ്ലോകങ്ങളുടെ കൂടെ 35-ാം ദശകത്തിൽ സുഗ്രീവ സഖ്യം മുതൽ നീതസുഗ്രീവമൈത്രീം തതനു ഹനുമതാദുന്ദുഭേ കായമുച്ചൈക്ഷിപ്തു അങ്കുഷ്ടേന ഭൂയോ ലുലവിധ യുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷേർ വിരഹതരിളിതസ്ത്വം മതംഗാശ്രമാന്തേ. പിന്നെയാണ് വാനരന്മാർ എല്ലാ ഭാഗത്തേക്കും നീങ്ങുന്നത്. സുഗ്രീവേണാനുയോക്ത്യാ സഭയമഭിയതാം വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥ ദയിതാമാർഗണായാവനമ്രാം സന്ദേശം ജാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിഭിരവിതതാ ത്വത്പ്രിയാ സുപ്രയാസൈ. ഇനിയാണ് ഒറ്റ ശ്ലോകത്തിൽ തീർക്കണത്. ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് മോതിരം സീതാദേവിക്ക് കൊടുത്ത് ചൂടാരത്നം വാങ്ങി ഇവിടെ ശ്രീരാമനടുത്ത് വരുന്ന വരെയുള്ള ഒരു ശ്ലോകത്തിൽ എന്താ കഴിവ്, സംഗ്രഹണപ്പെടുത്വം. ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരുജവ സമ്പാദി സമ്പാദി വാക്യപ്രോതീർണോധിരം ധർന്നകരിജനകജാം വീക്ഷ്യ വ്യത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണജനരണസോടബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ജഡിതി സ ഹനുമാൻ മൗലിരത്നം ദതൗ തേ.
നമ്മുടെ കഴിവുകളുടെ വളരെ കുറച്ചേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇൻസ്പയർഡ് അല്ല. ഇൻസ്പയർഡ് ആണെങ്കിൽ ചെയ്യാൻ പറ്റൂ. ഫുള്ളി ഇൻസ്പയർഡ് ആണെങ്കിൽ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും ആവിഷ്കൃതമാക്കാൻ പറ്റും. പൂർണ്ണം വേണ്ട, പകുതി പോലും ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഇതാ, ഒരു ശ്രേഷ്ഠമായ ലക്ഷ്യം മുമ്പിൽ വേണം. പിന്നെ സ്വയം പ്രചോദിതനായിരിക്കണം. അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാൻ ആളുകളും വേണം. അഭിനന്ദിക്കാനൊക്കെ ആളുണ്ടെങ്കിൽ വലിയ ഗംഭീരം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്തുതികൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കണം സ്തുതികൾക്ക്. കാരണം സ്തുതിക്കണമെങ്കിൽ നമുക്ക് അഭിനന്ദിക്കാൻ സാധിക്കണം, അഭിനന്ദിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ എപ്പോഴാണ് അഭിനന്ദിക്കുന്നത്? കണ്ടോളൻസ് മീറ്റിങ്ങുകളിൽ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് സന്ദർഭത്തിൽ. അല്ലാതെ നമ്മൾ ആരെയും അനുമോദിക്കാറുണ്ടോ? അപ്പോൾ പോലും പക്ഷേ ഉണ്ടാവും കൂടെ, ഒറ്റയടിക്ക് പറയില്ല. ഈ സ്തുതികൾ വായിച്ചുകൊണ്ടേയിരുന്നാൽ, ഞാൻ ഒറ്റ സ്തുതിയും വിട്ടിട്ടില്ല ഇതുവരെ. പ്രധാന ഉപദേശങ്ങളോ ഒരു സ്തുതിയോ ഇതുവരെ വിട്ടിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം സാധന പ്രധാനമാണത്. എനിക്കെന്തോ വളരെ പ്രധാനമായി തോന്നുന്നതാണ്. കാരണം ഇതാണ്, സ്തുതിച്ചുകൊണ്ടേയിരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിനന്ദിക്കാൻ പറ്റും, ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഗുണങ്ങൾ നമ്മിൽ അഭിവ്യക്തമാകാൻ തുടങ്ങും. ഇപ്പം ആഞ്ജനേയ സ്വാമിയൊക്കെ പൂർണ്ണമായ മനസ്സോടുകൂടി നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമ്മളിൽ ആ കഴിവുകൾ തീർച്ചയായിട്ടും വരും, സംശയമില്ല. അതിനുവേണ്ടിയായി രാമായണ പാരായണമൊക്കെ, അല്ലാതെ വെറുതെ വായിച്ചു പോകാൻ വേണ്ടിയല്ല. നമ്മളിലെ കഴിവുകൾ ഉണർത്തണം. ഉണ്ട്, ധാരാളം പ്രൊഫൗണ്ട് പൊട്ടൻഷ്യൽ വേണ്ടത്ര ഉണ്ട് നമ്മളിൽ കഴിവ്. കാരണം സർവേശ്വരൻ തന്നെയല്ലേ നമ്മളും. ഈശ്വരൻ്റെ എല്ലാ കഴിവുകളും നമ്മളിലുമുണ്ട്. അപ്പം നമ്മളത് അറിയുന്നില്ല, നമ്മളെ അതൊന്നും ആവിഷ്കൃതമാക്കാൻ ശ്രമിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ശ്രമിക്കണം, അതിനാണ് ഈ പഠനമൊക്കെ. ഇനി മാർഗത്തിലുള്ള തടസ്സങ്ങൾ പറഞ്ഞ് ലങ്കയിൽ അദ്ദേഹം ചെയ്യുന്ന വീരകൃത്യങ്ങൾ, രാവണനെ കാണുന്നതും രാവണനെ ഉപദേശിക്കുന്നതും ബന്ധനസ്ഥനാകുന്നതും ലങ്ക ചുട്ടരിക്കുന്നതും ദേവിയെ കാണുന്നതും തിരിച്ചു വരുന്നതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. ഹരി ഓം.